ഇത് എൻ്റെ നാട് കണ്ണൂർ. എന്നാൽ ഇത് കണ്ണൂരിൻ്റെ കഥയല്ല, എൻ്റെ കഥയാണ്, ഒരു ആത്മാവിൻ്റെ കഥ. ഞാൻ കണ്ണൂരിലെ ഒരു സജീവമായ CPM പ്രവർത്തകനായിരുന്നു. എന്നാൽ ഇവരുടെ അഴിമതിയും കൊലപാതക രാഷ്ട്രീയവും കാരണം ഞാൻ CPIMൻ്റെ പടിയിറങ്ങി. എന്നോടൊപ്പം എൻ്റെ അതേ ചിന്താഗതിയുള്ള ഒരു കൂട്ടം CPIM പ്രവർത്തകരും പാർട്ടി വിട്ടിറങ്ങി. വ്യക്തിസ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് സ്വന്തം അഭിപ്രായങ്ങൾ ഉച്ചത്തിൽ പറയാനുള്ള അവകാശം പോലും CPIM ഭരിക്കുന്ന ഈ കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സമയമെടുത്തു. പുലർച്ചെ 3 മണി. വീടുകളിൽ ഞാൻ പത്രമിടാൻ പോകുന്ന സമയം. ഇരുട്ടിൻ്റെ മറവിൽ ഒളിഞ്ഞു നിന്ന് CPIM ലോക്കൽ സെക്രട്ടറിയായ കാരായി രാജനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും എന്നെ ആക്രമിച്ചു. 27 ക്രൂരമായ വെട്ടുകൾ വെട്ടി എന്നെ ഇവർ മരണത്തിലേക്ക് തള്ളിയിട്ടു. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് എൻ്റെ കഥ കേട്ടല്ല, നിങ്ങളുടെ ഭാവിയെ ഓർത്താണ്. എൻ്റെ കൊലപാതകത്തിന് കാരണക്കാരനെന്ന് കോടതി വിധിയെഴുതിയ കാരായി രാജൻ ഇന്ന് CPIMൻ്റെ സ്ഥാനാർത്ഥിയായി തലശ്ശേരിയിൽ മത്സരിക്കാനൊരുങ്ങുന്നു. അധികാരം കിട്ടുന്നതിന് മുന്നേ അവരെൻ്റെ ജീവനെടുത്തു. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരാരുടെയൊക്കെ ജീവനെടുക്കും. ഈ അക്രമ രാഷ്ട്രീയം നമ്മൾ അനുവദിച്ചുകൂടാ.